ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ പിന്നെ എന്താ കവർച്ചാ സംഘം, ആ കവർച്ചാ സംഘത്തിനെ ഭയമായതുകൊണ്ടാണ് പല ആളുകൾ. ഇപ്പൊ ഒരു കവർച്ചാ സംഘത്തിന് ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പൊ അടുത്ത കാലത്ത്, കുറുവാ സംഘം. ഈ തിരൂരിലെ കുറുവാ സംഘം, തിരൂരിലെയും തവനൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം, സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു മൊയ്തീൻകാണ്. അദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം. ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവരത് തുറന്നു പറയാൻ തയ്യാറാകാത്തത്. മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളും ഭൂമി നൽകിയിട്ടുണ്ടല്ലോ, ഉണ്ട്. അദ്ദേഹത്തിനും അതിനകത്ത് അല്ല, അത് അന്വേഷിക്കട്ടെ. ഇപ്പൊ നമ്മൾ നേരിട്ട് പങ്കില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ്. ജലീലിനെതിരായ തെളിവ് പുറത്തുവിടുന്നു പറയുന്നത്, അതായത് ഇതിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അദ്ദേഹം പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തെളിവാണോ, അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അത് തെളിവ് വരുമ്പോൾ നിങ്ങൾ വിലയിരുത്തി. അഴിമതി എത്ര കോടിയുടെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് 10 കോടി, 15 കോടി അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 10. അത് ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞ 15 കോടി. 15 കോടി. അത് ഞാനല്ലല്ലോ പറയേണ്ടത്, അത് ജലീലിനെ ചോദ്യം ചെയ്തിട്ട് ജലീലാണത് പറയേണ്ടത്. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അദ്ദേഹം എത്ര ഇനി പരമാവധി ഇതൂടെ പറഞ്ഞുതരാം, പരമാവധി പിടിച്ചു നിൽക്കാൻ കഴിയുക ഒരു 6 മാസം കൂടിയാണ്. 2026 ഏപ്രിൽ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ജനകീയ ഗവൺമെന്റ് അധികാരത്തിൽ വരും. കണക്ക് പറയിപ്പിക്കും, ഒരു സംശയം വേണ്ട, മറുപടി പറയിപ്പിക്കും. എത്രയാണോ ഈ നാട്ടിലെ നികുതി പണം കൊടുക്കുന്ന സാധാരണക്കാരന്റെ പണം ഇവർ അപഹരിച്ചത്, അത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു മാത്രമല്ല, തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല, അവരൊക്കെ ജയിലഴി എണ്ണേണ്ടി വരും. ഒരു സംശയം വേണ്ട. മറ്റൊരു കാര്യം, KT ജലീൽ പറയുന്നത് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും താങ്കൾക്ക് കൃത്യമായ മറുപടി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അദ്ദേഹം എത്ര വേണമെങ്കിലും പറയട്ടെ, അദ്ദേഹം പരാതിയും കൊടുക്കട്ടെ, ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ. എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ, യൂത്ത് ലീഗിന്റെ കമ്മിറ്റിക്ക് എന്തായാലും അന്വേഷിക്കാൻ പറ്റില്ല. ഈ നാട് ഭരിക്കുന്ന സർക്കാർ അന്വേഷണം നടത്തേണ്ടത്. അതൊക്കെ നല്ലൊരു അവസരമല്ലേ? ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? അല്ല, അദ്ദേഹത്തിന് നല്ലൊരു അവസരമല്ലേ? എനിക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് നോക്കൾ പരിശോധിക്കട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞ അതെ, അതായത് ഞാൻ പറയാം, ഒരു മറുപടിയും ഇല്ല. അതായത് അദ്ദേഹം എനിക്ക് വലിയ ശമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ ശമ്പളം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, വലിയൊരു അത് കോൺട്രാക്ട് അല്ലേ? അതൊക്കെ അവിടുത്തെ വിസ പ്രിവിലേജുമായി ബന്ധപ്പെട്ട്, വിസ സ്റ്റാറ്റസുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട് അല്ലേ? ഇതൊക്കെ വളരെ എളുപ്പമല്ലേ? ഒരാളുടെ പേരിൽ ഉള്ള ഒരു അക്കൗണ്ടൊക്കെ നിഗൂഢമായി വെക്കാൻ പറ്റുമോ? അതൊക്കെ അന്വേഷിച്ചാൽ പോരെ? സംസ്ഥാന സർക്കാർ അതിനുള്ള സംവിധാനങ്ങളില്ലേ? അതിന് അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ലേ? എന്റെ പേരിൽ അദ്ദേഹം എന്നെ കുറച്ച് പുകഴ്ത്തി അദ്ദേഹം, അതായത് എനിക്ക് ഉയർന്ന ശമ്പളമുണ്ട് എന്നൊരാളെ കുറിച്ച് അദ്ദേഹം, എന്റെ എതിരാളി, അത് രാഷ്ട്രീയ എതിരാളിയായ ഒരാൾ എന്നെ കുറിച്ചൊരു പൊങ്ങച്ചം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് തള്ളിക്കളയുന്നത്? പക്ഷെ അതൊക്കെ അന്വേഷിച്ചോട്ടെ, അതിന് അന്വേഷിക്കാനുള്ള സംവിധാനമില്ലേ? ഒരു ഭയവും ഇല്ല. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും നിയമവിരുദ്ധമായ ഇടപാടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധമായ ഇടപാട് തുറന്നു കാണിക്കാനുള്ള ഒരു സുഖവർണ്ണ അവസരമാണ് KT ജലീലിന്റെ മുമ്പാകെ വന്നിട്ടുള്ളത്. ഫേസ്ബുക്കിൽ വെറുതെ തള്ളി മറിക്കാതെ അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് അന്വേഷണ ഏജൻസിക്ക് മുമ്പായിട്ട് ആ തെളിവുകൾ സമർപ്പിക്കണം. അതോടൊപ്പം അതൊക്കെ അദ്ദേഹം ചെയ്യട്ടെ. അതോടൊപ്പം ഈ പറയുന്ന 15 കോടിയുടെ അഴിമതിയുടെ കാരണം, അതിന് നിജസ്ഥിതി, ഇനി അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല, വേറെ ആരോ ആണ് പറ്റിയെങ്കിൽ അദ്ദേഹം പറയട്ടെ. വേറെ ആരുടെയോ സമ്മർദ്ദമാണോ? ഇത് നികുതി പണമായിട്ട് ബന്ധപ്പെട്ട, ഫിറോസിന്റെ ശമ്പളമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് നികുതി പണം മോഷ്ടിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് അദ്ദേഹം മറുപടി പറയണം.